ഓക്കെ, വേറെ ആൾ സാർ ചോദിച്ചോക്കട്ടെ. നിവേദ്, നിവേദ് നമ്മൾ ലാസ്റ്റ് പഠിച്ചതായിരുന്നു. അതൊരു പഠിച്ചോളൂ നമ്മള്. സാറേ ഇപ്പഴത്തെ ടാറ്റാണ് സാറേ. ആ നൗൺസ് പഠിച്ചോളൂ. നൗൺസിൽ ഏതാ പഠിച്ചെടുത്തേ? മിടുക്കൻ. വ്യക്തിവാചക, ജാതിവാചക, ഭാവവാചക. ക്ലാപ്പ് കൊടുത്തേ. സൂപ്പർ, കറക്റ്റ് ആണ് പറഞ്ഞാ. ഓക്കെ, ഇപ്പഴത്തെ ഒരു മെഡിക്കൽ ടാറ്റ കാണിച്ചിരുന്നു. ഞാൻ കണ്ടായിരുന്നു. പേരാ സാറേ? മറിയം. ഞാൻ വിളിക്കാടാ. കണ്ടു വിളിക്കാം കേട്ടോ. അവൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഓക്കെ, അപ്പോൾ സാറേ നമുക്ക് PPTയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഇതാരും എഴുതിയെടുക്കല്ലോ കേട്ടോ. ഇത് ഷോർട്ട് ആയിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം വ്യക്തിവാചകം പറഞ്ഞത് അല്ലേ? വ്യക്തിവാചകം എന്തായിരുന്നു? ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട ഒരു നാം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രോപ്പറായിട്ട് ഒരു കാര്യത്തിനെ പറയുന്നതാണ് എന്ത്? വ്യക്തിവാചകം സഹിക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോഴത്തോട് ഒരു നോക്കിക്കേ. ജാതിവാചകം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതിന് എന്താ പറയുന്നത്? ജാതിവാചകം എന്ന് പറയുന്നത്. ഭാവവാചകം എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ ആണ് അല്ലെ? ഇതിലൊരു ഗുണത്തെയോ അല്ലെങ്കിൽ ഇതിലൊരു ഫീലിങ്ങിനെയാണ് നമ്മൾ എന്താ പറയാ പറയുന്ന പേരിനാണെന്ന് പറയുന്നത് ഭാവവാചക സംജ്ഞ എന്ന് പറയുന്നത് കേട്ടോ. സാറേ നെക്സ്റ്റ് കൂടെ സാറേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് നമുക്ക് കണ്ടായിരുന്നു അല്ലേ? നെക്സ്റ്റ് താജ്മഹൽ നമ്മൾ എഴുതിയെടുത്തല്ലോ എല്ലാവരും. ഈ നോട്ട്സ് എഴുതിയായിരുന്നല്ലോ. ജാതിവാചകം എന്നാണ് സാറേ. ഓക്കെ, ജാതിവാചകം എഴുതിയായിരുന്നു. നമ്മളെ പിക്ചർ കാണിച്ചെന്ന് ഓർക്കുന്നുണ്ട്. ഇത് എഴുതിയെടുത്തായിരുന്നല്ലോ മക്കളും? എഴുതിയായിരുന്നു. ആരും എഴുതാൻ ബാക്കിയുണ്ടോ? ഇനി എഴുതാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. എഴുതാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ആരിലുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതി കേട്ടോ. ജാതിവാചകം ഒന്ന് വായിച്ചു തരാം. वे शब्द जो किसी प्राणी वस्तु या स्थान की पूरी जाति या वर्ग का बोध करते हैं. അവർ കംപ്ലീറ്റ് കേട്ടോ കോമൺ ആയിട്ട് എല്ലാവരെയും പറയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് നോക്കിക്കേ. ലഡ്ക എന്ന് പറയുമ്പോൾ എല്ലാ ബോയ്സും നമുക്ക് പറയാം അല്ലെ? ലഡ്ക എന്ന് പറയുമ്പോൾ എല്ലാ ബോയ്സിനും പറയാം. അതുപോലെ തന്നെ നദി എന്ന് പറയുമ്പോൾ എല്ലാ നദിയും പറയാം. പക്ഷേ നമുക്ക് ഗംഗാ നദി എല്ലാ നദിയും പറയാൻ പറ്റുമോ? ഗംഗാ നദിന്ന് ഇല്ല അല്ലെ? അപ്പോൾ നദി എന്നുള്ളത് കോമൺ ആയിട്ട് എല്ലാ നദികളെയും പറയാം. ദേ ഷഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഹർ എല്ലാ ഷഹറിനെ അല്ലെങ്കിൽ എല്ലാ ടൗണിനും നമുക്ക് കോമൺ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ അല്ലേ? പെട്ടെന്ന് എഴുതിയെടുത്തോ മക്കളെ. വേഗം എഴുതിയെടുത്തോ. എഴുതാത്തവരുണ്ടെങ്കിൽ വേഗം എഴുതിയെടുക്കാം കേട്ടോ. സാറേ എന്നൊന്ന് മനസ്സിൽ. ഓക്കെ മക്കളെ എഴുതി കഴിഞ്ഞാണോടാ? എഴുതി കഴിഞ്ഞിട്ട് കാണിച്ചേ. സെറ്റല്ലേ? നമുക്ക് ഒരാളോട് എഴുതാനുണ്ട് അല്ലേ സാറേ? നെക്സ്റ്റ് ഫീച്ചറോട് സാറേ. ഓക്കെ നെക്സ്റ്റ് സ്ലൈഡ് കാണാം. ഭാവവാചകം കാണാം അല്ലേ? ഭാവവാചകം കാണാം സാർ. ഇത്തിരി വലുതാക്കോ. വേ ശബ്ദ കോ കിസി വ്യക്തി യാ വസ്തു ക. കേട്ടോ ശ്രദ്ധിച്ചേ. ഈ വേർഡ്സ് മക്കളെ ഇപ്പം എഴുതല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം ആരും എഴുതല്ലേ? ശ്രദ്ധിച്ചേക്കാം കേട്ടോ. ശ്രദ്ധിച്ചേക്കുക. പറഞ്ഞിട്ട് എഴുതാം കേട്ടോ.
वे शब्द जो किसी व्यक्ति या वस्तु के गुण दोष अवस्था या मन के भाव का बोध करते हैं ഭാവവാചക സംഖ്യ कहलाता है. ഞാൻ ആദ്യം പറഞ്ഞു മെയിനായിട്ട് എന്ത് എഴുതിയാൽ മതി, ഗുണോ അല്ലെങ്കിൽ ഭാവം എഴുതിയാൽ മതി. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവ ആ ശബ്ദങ്ങളാവുന്നു ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ ഗുണത്തെയോ ദോഷത്തെയോ അല്ലെങ്കിൽ അവസ്ഥയെയോ അല്ലെങ്കിൽ മനസ്സിലെ ഫീലിങ്ങിനെയോ നമുക്ക് മുന്നിൽ വ്യക്തമാക്കുവാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചേ. ഇനി പേഴ്സൺ ഓർ തിങ്സിൻ്റെ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡിഫക്റ്റിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റേറ്റിനെയോ അല്ലെങ്കിൽ മൈൻഡിനുള്ളിലുള്ള ആ ഒരു ഫീലിങ്സിനെയോ നമുക്ക് മുന്നിൽ കാണിച്ചിരുന്നതിന് എന്ത് പറയുന്നത്, ഭാവവാചക സംഖ്യ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് കാണിച്ച മക്കളെ? ഓക്കെ ആണല്ലേ? ഇത് ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ബച്പൻ, മിട്ടാസ്, ഇമാൻദാരി, ക്രോധ് അല്ലേ. ബച്പൻ എന്ന് പറഞ്ഞാൽ അതൊരു അവസ്ഥയാണല്ലേ, ഒരവസ്ഥയാണല്ലേ, നമ്മുടെ ജീവിതത്തിൽ ഒരു അവസ്ഥയല്ലേ ബച്പൻ. അല്ലെങ്കിൽ ബൂട്ടാപ്പ് പറയാം, ബൂട്ടാപ്പ ഓൾഡ് ഏജ്. ബച്പൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലമാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കി മിട്ടാസ്. മിട്ടാസ് പറഞ്ഞാൽ എന്താ, അതൊരു ക്വാളിറ്റിയാണ്, മധുരം, സ്വീറ്റ്നെസ് പറഞ്ഞ ഒരു ക്വാളിറ്റിയാണ് അല്ലേ. അതുപോലെ ഇമാൻദാരി എന്ന് പറയുന്നത് ഹോണസ്റ്റ്, സത്യസന്ധത, അതൊരു ക്വാളിറ്റിയാണ്. നെക്സ്റ്റ് നോക്കിക്കേ ക്രോധ് എന്ന് പറയുന്നത്, ക്രോധ് നമുക്ക് ആർക്കും വരാത്തത് ക്രോധ്. ആർക്കും അറിയാമോ ക്രോധിന്റെ മീനിങ്? ആർക്കും അറിയാമോ? സാറേ ലാസ്റ്റ് ലൈനിലെ തേർഡ് വൺ, റെഡ് ടീഷർട്ട്. ആ യെസ്, ഹിഷാം പറഞ്ഞുതരും. ഹിഷാമേ, ക്രോധ് എന്ന് പറയുന്നത് എന്താ? ദേഷ്യം. നമുക്ക് ആർക്കും വരാറില്ലല്ലോ ദേഷ്യം. വരാറുണ്ടോ നമുക്ക് ആർക്കെങ്കിലും? ഒട്ടും വരാറില്ല അല്ലേ. വരാറുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ദേ ഇവിടെ പിന്നെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഹാപ്പിനെസ്, സാഡ്നെസ്, കംഫർട്ട്, ലവ്, ഹെയ്റ്റ്, നോളേജ്, സിമ്പതി, ലക്ഷറി, കൾച്ചർ. ഇതൊക്കെ എന്താണ്? ഓരോ ഗുണവും ഭാവങ്ങളും മിക്സ് ആയിട്ടുള്ള അവസ്ഥകളൊക്കെ മിക്സ് ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഈ ഭാവവാചക സംജ്ഞ സംഭവം ക്ലിയർ ആയിട്ട് കാണിച്ചു മക്കളെ. ഓക്കെ ഉള്ളൂ. ജാതിവാചക, ഭാവവാചക, വ്യക്തിവാചകം, മൂന്നും ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്ന് പെട്ടെന്ന് തെറ്റാതെ ഇവിടെ വരെ എഴുതിയിട്ട് ഇന്നത്തെ ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ടെണ്ണം ചോദിച്ചു കേട്ടോ. 2 എക്സാമ്പിൾ എഴുതാം കേട്ടോ, പെട്ടെന്നാവട്ടെ. മനസ്സിലായി.
നമുക്ക് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. സാർ ഒന്ന് ഫുള്ള് വൈറ്റ് ആക്കി ഒന്ന് കാണിച്ചു, ജസ്റ്റ് ഒന്ന് പിക്ചേഴ്സ് ഒന്ന് ജസ്റ്റ് കണ്ടുപോകാനായിട്ട്. ഞാൻ ഓൾറെഡി വായിച്ചായിരുന്നു. യെസ്, വൈറ്റ് സാർ. ഇത് മാത്രം. ഇത് ഫുള്ളായിട്ട് വൈറ്റ് ആക്കി. യെസ്, കണ്ടല്ലോ അല്ലേ, പിക്ചേഴ്സ് കണ്ടല്ലോ. ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ കാണാമല്ലോ അല്ലേ, സന്തോഷമാണ് അല്ലേ. സാഡ്നെസ് എന്ന് പറഞ്ഞാൽ സങ്കടമാണ്. കംഫോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മുടെ കംഫോർട്ട് സോൺ എന്ന് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ. നമുക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു കംഫോർട്ടായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ലവ്, സ്നേഹം. ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടുള്ള വെറുപ്പ്. നോളജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അറിവാണ്. സിമ്പതി എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് നമ്മൾ മലയാളത്തിൽ സിമ്പതി തന്നെ പറയത്തില്ലേ, ഒരു സിമ്പതി തോന്നി പറയത്തില്ലേ, അത് തന്നെ കേട്ടോ. ദെൻ ലക്ഷറി എന്ന് പറഞ്ഞാൽ എന്താണ്, ആർഭാടമാണ് അല്ലേ, ലക്ഷറി ലൈഫ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ദെൻ വരുന്നത് കൾച്ചറാണ്. കൾച്ചർ എന്ന് പറഞ്ഞാൽ അറിയാലോ, സംസ്കാരമാണ് കേട്ടോ. ഇത് ക്ലിയർ അല്ലേ? ഭാവവാചക സഖ്യ വരെ ഓക്കെ ആണല്ലോ. അപ്പോൾ 3 ഉണ്ട് നമുക്ക്. സജ്ഞയിൽ 3 ഉണ്ട്. ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞെല്ലാവരും? ചുണ്ടാനിക്കെല്ലാവരും ഒന്ന് പറഞ്ഞേ. വ്യക്തിവാച, ജാതിവാച, ഭാവവാച. 3 ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ സജ്ഞതയോട് വെച്ച് ഞാൻ തീർക്കുവാണ്. നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. സാറേ നെക്സ്റ്റ് വേർഡ് സാറേ. ഓക്കെ, വൈറ്റ് മാറ്റിക്കും സാറേ. ഓക്കെ, അടുത്ത ഹെഡിങ് എല്ലാവരും നോക്കിക്കേ. സർവനാം. കേട്ടിട്ടുണ്ടോ? സർവനാം കേട്ടിട്ടുണ്ടോ എല്ലാവരും? സർവനാം കേട്ടിട്ട് കാണിച്ചേ. കേട്ടിട്ടുണ്ട് സാറേ, കേട്ടോ സാറേ. നിഹാരിക പറഞ്ഞുതരും. നിഹാരിക എന്താണ് സർവനാം? പ്രോനൗണെന്ന് പറഞ്ഞു കേട്ടോ. ഹായ്. ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. എപ്പോഴും സജ്ഞ ഉപയോഗിക്കാം അല്ലെങ്കിൽ സജ്ഞ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോ അതിന് പകരം മെഡിക്കി, അതാണ് വേണ്ടത് കേട്ടോ. ഇൻസ്റ്റഡ് നമ്മുടെ നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് എന്താ, പ്രോനൗൺ എന്നുള്ളത്. അപ്പൊ ഹെഡിങ് എല്ലാവരും കൊടുത്തേ. സർവനാം എന്ന് കൊടുത്തേ. സർമ്യൂട്ട്. ഹെഡിങ് എഴുതിയോ മക്കളെല്ലാവരും? ഹെഡിങ് എഴുതില്ല സാറേ. നെക്സ്റ്റ് വേർഡ് സാറേ. നെക്സ്റ്റ് നോക്കട്ടെ. യെസ്, ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് സർവനാമിൻ്റെ ഡെഫിനിഷൻ ആണ്. പരിഭാഷ ഒന്നും ആരും എഴുതുന്നുണ്ട് കേട്ടോ. ഹെഡിങ് കൊടുത്തില്ല എല്ലാവരും. ഹെഡിങ് ഓക്കെ ഉള്ളൂ. ഇനി സാറ് പറയുന്ന കാര്യം ശ്രദ്ധിച്ചോട്ടോ കേട്ടോ. संज्ञा के स्थान पर प्रयोग किए जाने वाले शब्दों को सर्वनाम कहते हैं. ശ്രദ്ധിച്ചേട്ടെ മക്കളെ. संज्ञा के स्थान पर प्रयोग किए जाने वाले शब्दों को സർവനാം कहते हैं. കിട്ടിയോ? അതായത് നൗണിന്റെ സ്ഥാൻ, പ്ലേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വേർഡ്സിനെയാണ് എന്ത് പറയുന്നത്, സർവനാം എന്ന് പറയുന്നത്. അതായത് അതിന് പകരമായിട്ട് കേട്ടോ. നൗൺസിന് ഇൻസ്റ്റഡ് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് എന്ത്, സർവനാം അഥവാ പ്രോനൗൺ. ക്ലിയർ ആയിട്ട് ഡാറ്റ കാണിച്ചേ. ഒന്നുകൂടി പറഞ്ഞാൽ ശ്രദ്ധിച്ചേട്ടോ. സർവനാമം നമ്മളെപ്പോഴും നമ്മുടെ സജ്ഞ. ഞാനിപ്പോൾ എൻ്റെ പേര് ഞാൻ പറയുകയാണ്. എൻ്റെ പേര് അനൂപ് കേട്ടോ. എൻ്റെ പേര് അനൂപ് എന്നാണ്. അനൂപ് പഠിപ്പിക്കുന്നത് ബേസിക് ആണ്. അനൂപ് പഠിപ്പിക്കുന്നത് ഹിന്ദി ലാംഗ്വേജ് ആണ്. അനൂപ് വരുന്ന ആലുവയിൽ നിന്നാണ്. ഇങ്ങനെ വീണ്ടും 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 ഇങ്ങനെ എൻ്റെ പേര് പറയുമ്പോൾ എന്താണ്, എൻ്റെ പേര് ഭയങ്കര റിപ്പീറ്റേഷൻ വരുമല്ലേ. അപ്പോൾ ആ ഒരു നൗൺ വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആവർത്തന വിരസത ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സർവനാം യൂസ് ആക്കുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് ആണല്ലോ. നോക്കാം. सर्वनाम का प्रयोग भाषा को सरल बनाने और संख्या की पुनरावृत्ति को रोकने के लिए किया जाता है. സർവനാം പ്രയോഗിക്കുമ്പോൾ ഭാഷ കൂടുതൽ സരൾ ബനാന എന്ന് പറഞ്ഞാൽ കൂടുതൽ സിമ്പിൾ ആവുന്നു. ഓക്കെ അല്ലേ? ഭാഷ കൂടുതൽ, ആ ലാംഗ്വേജ് കൂടുതൽ സിമ്പിൾ ആവുകയും അതുപോലെ സംജ്ഞാക്കി പുനരാവൃത്തി, അതായത് നമ്മുടെ നൗണിൻ്റെ റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്ന നമുക്ക് എന്ത് ചെയ്യാം, റൊക്നെ കിളിയേക്ക് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നൗൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മെയിം, തും, വഹ്, ഹം, വേ, ആപ്, യഹ് കേട്ടോ. ഇതിപ്പോൾ എഴുതി വെക്കണം എന്നില്ല, ഞാൻ അത് കംപ്ലീറ്റ് ആക്കി നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ ദേ സർവനാമ ഹെഡിങ് കൊടുത്തു. താഴെ ഇത് മുതൽ ദേ കിയാ ജാത്ത ഹെ വരെ ഒന്ന് ശ്രദ്ധിച്ച് തെറ്റാതെ എഴുതി വെച്ചു ഒന്ന്.
ഓക്കെ മക്കളെ എഴുതി കഴിഞ്ഞാൽ ചേട്ടാ സെറ്റ് അല്ലേ? ഓക്കെ അല്ല പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള സർവനാമം സാറേ. ഓക്കെ അല്ലേ സാറേ? അപ്പൊ സാറ് ജസ്റ്റ് ആദ്യം വായിക്കാട്ടോ, ഒന്ന് ശ്രദ്ധിക്കാം. യെസ് തിരുവല്ലായിക്കോ സാറേ. ഓക്കെ ഫസ്റ്റ് നോക്കിയാടാ. എടാ നമുക്ക് ടോട്ടൽ 9 പഠിക്കാനുണ്ട്. എന്നാലും ഏകദേശം മൂന്നാമത്തെ പിക്ചർ നോക്കി 2 കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ 8 കാണുന്നത് കേട്ടോ. നോക്കാം. അപ്പൊ മെയിൻ ഐ അല്ലെങ്കിൽ ഞാൻ. ഇപ്പൊ ആരും എഴുതണ്ട, ഞാൻ പറഞ്ഞു തന്നിട്ട് എഴുതാം കേട്ടോ. നമ്മൾ ആദ്യം വായിച്ചു നോക്കാം. മറിയാം ഓക്കെ അല്ലേ? എഴുതാൻ തന്നപ്പോ തന്നെ ഞങ്ങളുടെ എഴുതി പോകൂലേ കണ്ടാലേ. ഓക്കെ രണ്ടാം തുക ഹം എന്ന് പറഞ്ഞാൽ എന്താ? വി, നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ പറയാം അല്ലേ. തു എന്ന് പറഞ്ഞാല് തുമ്മ എന്ന് പറഞ്ഞാൽ യു എന്നാണ്. പക്ഷെ നമ്മൾ മലയാളത്തിൽ നോക്കുമ്പോൾ ശ്രദ്ധിച്ചേ, തു എന്ന് പറഞ്ഞാല് നീ എന്നാണ് അർത്ഥം കേട്ടോ. തു നീ, തും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ എന്നർത്ഥം കേട്ടോ. അപ്പൊ ഇതിനകത്ത് രണ്ടിലും എന്താണ്? റെസ്പെക്ട് വളരെ കുറവാണ്. നമ്മളൊരു സെക്കൻഡ് പേഴ്സണിനെ പറയാൻ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അടുത്ത് നോക്കിക്കേ ആപ്പാണ്. ഓക്കെ ആപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിന്ദിയിൽ എന്താ? കുറച്ച് റെസ്പെക്റ്റ് ഉള്ളതാണ്. നമ്മളെ അച്ഛനമ്മമാരൊക്കെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ റെസ്പെക്റ്റ് കൊടുക്കേണ്ട ടീച്ചേഴ്സ് അങ്ങനെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് യൂസ് ചെയ്യണം? ആപ്പ് യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹിന്ദി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കോൺവെർസേഷനൊക്കെ എഴുതുമ്പോൾ അവിടെ കൊണ്ട് എന്ത് യൂസ് ചെയ്യരുത്? അമ്മയോട് അച്ഛനോടൊക്കെ സംസാരിക്കുന്ന കോൺവെർസേഷൻ ആണെങ്കിൽ എന്ത് കൊടുക്കരുത്? തൂവും തുമ്മും കൊടുക്കരുത്. സോറി കൊടുക്കരുത്. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ. ഓക്കെ ദെൻ ആപ്പ് ആണെങ്കിൽ റെസ്പെക്റ്റ്ഫുൾ ആണ് എന്ത് ചെയ്യുന്നത്? ആപ്പ് യൂസ് ചെയ്യുന്നത്. അടുത്ത് നോക്കട്ടെ മക്കളെ. യഹ് ആണെങ്കിൽ ദിസ്, ഹി, ഷീ എന്നർത്ഥം കേട്ടോ. നിയർ എന്നുള്ള വേണ്ട, മീൻസ് ഇത് ചെയ്യുന്ന അടുത്തുള്ളപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത്, ഇവൻ, ഇവൾ എന്ന് പറയുന്നത് അല്ലേ. മലയാളത്തിൽ പറയുന്നതാണ്ടോ യഹിന്റെ അർത്ഥം ഇവൻ, ഇവൾ, ഇതെന്ന് വരും. നോക്കിയേ ഇനി വഹ ആണെങ്കിലോ ദാറ്റ്, ഹി, ഷീ. ഇവിടെ ഹി, ഷീ എന്ന് തന്നെ പറയുന്നെങ്കിലും ശ്രദ്ധിച്ച എല്ലാവരും. മലയാളത്തിൽ പറയുമ്പോൾ എന്താ? അത്, അവൻ, അവൾ. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ. ഇവിടെ നിയർ എന്ന് പറഞ്ഞാൽ അടുത്തേക്കുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദൈവൻ. ദൈവൻ അറിയാലോ എന്ന് പറയും അല്ലേ. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. ദൂരെ ആണെങ്കിലോ അവനറിയാം എന്ന് പറയില്ല നമ്മള്. അതുപോലെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ ഇനി യഹിന്റെ പ്ലൂറൽ ആണ് എന്ത്? ഇപ്പോൾ ഇവൻ എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട് അവിടെ? ഇവൻ നമുക്ക് എത്ര പേരെ പറയാം? ഒരാളെ പറയുള്ളൂ അല്ലേ. 1 പേഴ്സൺ. അല്ലെങ്കിൽ ഇവിടെ നിന്നായാലും നമ്മൾ ഒരാളെ പറയുള്ളൂ. ദേ ഈ ഒരു പേരെ ഞങ്ങൾ ചൊല്ലുന്നത് ഇതെന്ന് പറയൂ അല്ലേ. ദിസ്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. പക്ഷെ നമ്മൾ ഒന്നിൽ കൂടുതൽ നീ എന്ത് പറയും? ദിസ് എന്ന് പറയാൻ പറ്റും എനിക്കിപ്പോൾ ഇതിനെ? ദീസ് എന്ന് പറയൂ അല്ലേ. ദീസ് അതാണ് കേട്ടോ ഇത്. അപ്പൊ നോക്കുക എ എന്ന് പറഞ്ഞാല് ദീസ്, ദേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 ഉണ്ടായി അല്ലേ. ഹി ഉണ്ടായി, ഷീ ഉണ്ടായി. പക്ഷെ ഇവിടെ ഒന്ന് നോക്കിയേ, ദേ എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ദേന്ന് ബോയ്സിനെ മാത്രം പറയാൻ പറ്റുള്ളൂ അല്ല, എനിക്ക് ഗേൾസിനെയും പറയാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്? ഇതിനകത്ത് സ്ത്രീലിംഗം ഉണ്ട്, പുല്ലിംഗം ഉണ്ട് കേട്ടോ. അത് നമുക്ക് വഴിയെ പറഞ്ഞുതരാം. ഓക്കെ നെക്സ്റ്റ് നോക്കുക. ഇനി അടുത്ത് വരുന്നത് വേ ആണ് കേട്ടോ. വേ, ദോസ്, ദേ. ഇത് പറഞ്ഞ പോലെ തന്നെയാണ്. അവർ അവർ എന്ന് പറയും കേട്ടോ. അപ്പൊ ദൂരെയാണ് ഇപ്പൊ 2 കസര എടുക്കുന്നെങ്കിൽ അവ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇതേ അതുപോലെ തന്നെ ദൂരെ നിൽക്കുന്നെങ്കിൽ അവർ എന്ന് പറയാം. അതാണ് കേട്ടോ. ഇത് 9 ക്ലിയർ ആയിട്ട് ഡാറ്റ കാണിച്ച മക്കളെ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? മെയിം, ഐ, ഞാൻ, ഹം, ഞങ്ങൾ, വി, തു എന്ന് പറഞ്ഞാൽ നീ, യു, തുമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, യു കേട്ടോ. 2 സെയിം മീനിങ് ആണ് കേട്ടോ. ഇത് 3 സെയിം മീനിങ് കണ്ടോ? 3 സെയിം മീനിങ് ആണ്. മലയാളത്തിലേക്ക് ആകുമ്പോൾ അർത്ഥം മാറുന്നത് കേട്ടോ. ആപ്പ് എന്ന് പറഞ്ഞാൽ യു തന്നെയാണ്. പക്ഷെ റെസ്പെക്ട് എന്താ അവിടെ പ്രത്യേകം? എന്താ? റെസ്പെക്ട്ഫുള്ളി പറയുന്ന കേട്ടോ. യഹ് എന്ന് പറഞ്ഞാൽ ദിസ്, ഹി, ഷീ. വഹ് എന്ന് പറഞ്ഞാൽ ദാറ്റ്, ഹി, ഷീ. എ എന്ന് പറഞ്ഞാൽ ദീസ്, ദേ. വേ മീൻസ് ദോസ്, ദേ. ക്ലിയർ അല്ലേ? തെറ്റാതൊന്നും എടുത്തേ മനസ്സിലായി.
ഓക്കെ മക്കളെ, കുറച്ചേരുടെ അടുത്ത് 9th 1 ഇന്ത്യ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മൂന്നാമത്തെ കണ്ടോ, 2 എണ്ണം ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ 2 എണ്ണം ഉണ്ട്. രണ്ടിന് സെയിം അർത്ഥം വന്നുകൊണ്ടാണ് ഒരുമിച്ചിട്ടേക്കണം കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ തൂവും തുമ്മും വേറെ വേറെ എഴുതിക്കോ, കുഴപ്പമില്ല കേട്ടോ. മൂന്നാമത്തെ നോക്കിക്കേ, തൂ ഓർ തുമ്മില്ലേ, അത് രണ്ടും വേറെ വേറെ എഴുതിക്കോ. അപ്പോൾ 9 എണ്ണം ആവും കേട്ടോ. യെസ് മക്കളെ, എഴുതി കഴിഞ്ഞാൽ ചേട്ടാ. എടാ ദീ ഇവിടെ കിടക്കുന്ന നിയറും ഫാറും ഡൗട്ട് ഉണ്ടാർക്കില്ല ഇനി. അത് ദൂരെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ദൂരെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നതാണ്ടോ, മറ്റേത് അടുത്ത് നിൽക്കുകയാണെങ്കിൽ. ക്ലിയർ ആയില്ലേ? അത് നോക്കി ഡാറ്റ കാണിച്ച്. ദൂരെ നിൽക്കുകയാണെങ്കിലാണ് എന്ത് പറയുന്നത്, നമ്മുടെ വഹി യൂസ് ചെയ്യുന്നത് അല്ലേ. അടുത്ത് നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ എന്ത് പറയുള്ളൂ,
ഇത് മലയാളത്തിൽ ഓർത്ത് മതി അല്ലെ. ദൂരെ നിൽക്കണേ നമ്മൾ പറയും അവൻ എന്ന് പറയും അല്ലെ. നമ്മുടെ ഫ്രണ്ട് എടുക്കണെങ്കിൽ സാർ ഇതേ അവൻ ഉണ്ടായെന്ന് പറയും അല്ലെ. അടുത്തിക്കണെങ്കിൽ സാറേ ഇതേ ഇവനുണ്ട് ഇങ്ങനെയല്ലേ പറയുള്ളൂ. അല്ലാണ്ട് അടുത്ത് അവൻ എന്ന് പറയും നമ്മള്. പറയാം, നോ ഇഷ്യൂ അല്ലേ. അപ്പൊ ഇതൊന്നും ഓർത്തിരുന്നോ കേട്ടോ. അത് അടുത്ത് ഈ നിയർ ഫാർ എന്നുള്ള സാധനം എഴുതി വെക്കണം എന്നില്ല, മനസ്സിൽ ഓർത്താൽ മതി കേട്ടോ. പേരെന്താ സാറേ? ഋതു. ഹായ് ഋതു, എന്ത് പറ്റി മക്കളെ? ആ അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ഞാനിപ്പോ പറഞ്ഞ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഒരുപാട് കാട് കയറി ചിന്തിക്കണ്ട. ഇപ്പൊ നമ്മുടെ കുറച്ച് അടുത്തേക്കാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദൈവൻ എന്ന് പറയും അല്ലേ. കുറച്ച് ദൂരേക്ക് നമ്മൾ എന്ത് പറയും? അവൻ എന്ന് പറയുള്ളൂ അല്ലേ. ദൂരേക്ക് നാളെ ഇവൻ നമുക്ക് പറയാൻ പറ്റുമോ? പറയാം, വേണമെങ്കിൽ പറയാം, നോ ഇഷ്യൂ. എന്നാലും കറക്റ്റ് നമ്മൾ ഗ്രാമത്തിൽ നോക്കുമ്പോൾ അങ്ങനെ പറയില്ല കേട്ടോ. അത്രേ ഉള്ളൂ സംഭവം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? ഓക്കേടാ. ഓക്കെ, അപ്പോൾ ദേ ഇനിയാണ് നമുക്ക് മെയിനായിട്ട് ഈ സാധനം കുറച്ച് അധികം പറയാനുണ്ട്. ഓരോന്ന് വെച്ചിട്ട് ഇനി 9 വെച്ചൊന്ന് കുണിച്ച് നോക്കിയേ. 9 × 9 എത്ര കിട്ടി? 9 × 9 എത്ര കിട്ടി? മാത്സ് പോയില്ല സാറേ, ബേസിക് പോയല്ലേ? യെസ് യെസ്. 9 × 9 യെസ് പേര് സാറേ? ജുവാൻ പറഞ്ഞുതരും. ജുവാൻ ആ 81 അല്ലേ. 9 × 9 81. നമുക്ക് ഒരു 81 ആൾക്കാരെ കൂടി പരിചയപ്പെടാനുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചേ, ഞാനിപ്പോ നിങ്ങൾക്ക് കുറച്ച് സർവനാമം പഠിപ്പിച്ചു തന്നു അല്ലേ. ദേ ഇതിന്റെ ഓണറ് ഞാനാണെന്ന് എങ്ങനെ പറയാം? ഇവിടെ അതിന് പറ്റിയ വേർഡ് ഉണ്ടോ നോക്കിക്കേ, ഹിന്ദിയിലും ഇംഗ്ലീഷിലോ. ഇതിന്റെ ഓണർ ഞാനാണ്. നിങ്ങൾ സ്വയം ആലോചിക്കുക, ഇതിന്റെ ഓണർ ഞാനാണെന്ന് പറയണം. എന്ത് വേർഡ് യൂസ് ചെയ്യാം? ഒന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആ മറിയം, ഇതിന്റെ ഓണർ ഞാനാണ്. ഒന്ന് മലയാളത്തിൽ പറഞ്ഞേ. ഇതിന്റെ ഓണർ ഞാനാണെന്ന് എനിക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാം. അവൻ ഇതിന്റെ ഓണായിരുന്നു. മറിയത്തിനെ എങ്ങനെ പറയും? സിമ്പിളായിട്ട് എങ്ങനെ പറയും? ഞാൻ ഈ പേനെടുത്തു, അപ്പൊ മറിയ എന്ത് പറയും? ഞാൻ ഓണറാന്ന് പറയും. അത് വേറെ സിമ്പിളായിട്ട് നമ്മൾ പറയാറുള്ളത്. സിബ്ലിങ്സ് എന്തെങ്കിലും എടുത്തോണ്ടും പോകുമ്പോഴേക്കും എടാ അത് നമ്മൾ പറയില്ല, ഒരു വീട് പറയൂലേ. ഇത് കിട്ടി, കുറെ പേർ കിട്ടി. സിബ്ലിങ്സ് ആരും എടുത്തോണ്ട് പോകുമ്പോ അവന്റെ അടുത്ത് പറയും ഇത് ഇവന്റെ ഓണർ അതാന്ന് പറയോ? നമ്മള് അവനാന്ന് പറയോ? മറിയൽ ഓണറ്. അപ്പൊ മറിയ എന്ന് പറയും. കിട്ടുന്നില്ല സാറേ ഇത്. ഓക്കെ, ഞാൻ മെയിൻ വെച്ച് പറഞ്ഞു, അല്ലാണ്ട് വേറെ എന്തൊരു വേർഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യില്ലേ? എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ആലോചിച്ച് നോക്കിയാ. ഓക്കെ, വെയിറ്റ് മറിയാം. സാറേ പേരെന്താ? ഡെല്ല പറഞ്ഞത്. ഡെല്ല ആ ഇത് എന്റെ ആണ്. സിമ്പിൾ, അതിലേക്ക് സിമ്പിൾ അല്ലേ. ഇത് എന്റെ ആണെന്ന് എനിക്ക് പറയാല്ലേ? പറയില്ലേ? നമ്മുടെ ഒരു ഡ്രസ്സ് നമ്മുടെ ആരിലും എടുത്തിട്ട് എടാ എന്റെ ഡ്രസ്സ് തന്നെ, അതല്ല എപ്പോഴും പറയാം എന്റെ എന്ന് പറയില്ലേ? എന്റെ, നിന്റെ, നമ്മുടെ, ഇതൊക്കെ പറയത്തില്ലേ? അല്ലെങ്കിൽ ഇടക്കിടക്ക് അമ്മമാര് പറയുന്ന സാധനമാണ് ഫുഫ് ഇവനെ കൊണ്ട്, നിന്നെ കൊണ്ട്. കേൾക്കാറില്ല ഈ സാധനം? ഇത് കേൾക്കാറുണ്ട് കാണിച്ച്. അത് കേൾക്കാറുണ്ട് അല്ലേ. പക്ഷെ ആ വേർഡ്സൊക്കെ ഇവിടെ ഉണ്ടോ? ആ വേർഡ്സൊക്കെ ഉണ്ടോ? എൻ്റെ എവിടെയും കാണുന്നുണ്ടോ? ഇല്ല. അയിന്നുണ്ടല്ലോ, ഞാനുണ്ട്, എൻ്റെന്നില്ല അല്ലേ. അപ്പൊ നമ്മൾ ആ വേർഡ്സൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ പോകുന്നത്. ചോദിച്ചോ, കാരകാണ്. കാര കേട്ടെന്ന് വിചാരിക്കുന്നു. കർത്താകാര, കറുമുകാര എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പൊ ആദ്യം ഞാൻ അപ്പൊ ഹെഡിങ് ആയിരിക്കും. സാറേ ഒന്ന് മാച്ചു സാറേ. സർവനാം പ്ലസ് കാരകാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഹെഡിങ് എഴുതിച്ചു. സർവനാം പ്ലസ് കാരക്. ഹെഡിങ് എഴുതിച്ചു. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ആക്കാനായിട്ട് ഓരോ സർവനാമിന്റെ കൂടെ നമ്മൾ കാരക് ചേർത്താലേ എന്താക്കാൻ പറ്റുള്ളൂ? നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വേർഡ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. സംഭവം മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം എടുക്കുന്ന സർവനാം മെയിം ആണ് കേട്ടോ. മെയിം എന്നുള്ള സർവനാമാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ ഈ ആദ്യത്തെ ഒരു കാരക ഞാൻ എടുക്കുകയാണ്. മെയിം പ്ലസ് നെയ്.
മെയിൻ പ്ലസ് നെ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? മെയിൻ പ്ലസ് നെ വിളിച്ചു സാറേ. ഐശ്വര്യ. യെസ്, ഐശ്വര്യ എന്ന് പറയുന്നത് മക്കളെ. മെയിൻ പ്ലസ് നെ എന്ത് വരും? മേനെ. മിടുകി. മെയിൻ പ്ലസ് നെ മേനെ. സൂപ്പറാ. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയോ. മെയിൻ പ്ലസ് നെ അടുത്തത് മെയിൻ പ്ലസ് കോ. എന്തായിരിക്കും മെയിൻ പ്ലസ് കോ? എനി ഗസ്? എടാ മക്കൾ ഇപ്പൊ ആ ഒരു ഇതെടുക്കല്ലേ, എഴുതാൻ ഞാൻ സമയം തരാം. ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കട്ടെ ക്ലാസ്സിലെ. സാറേ ഫസ്റ്റ് ലൈനിൽ തേടിക്കുന്ന ആളെ പേരെന്ന് പറഞ്ഞാൽ മതി. ആ, നിവേദേ. എടാ സമയം തരണ, അല്ലെങ്കിൽ ഇതും ഉണ്ടാവൂല അതും ഉണ്ടാവൂല കേട്ടാ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കും. ഇത് ഓരോന്നും ഇമ്പോർട്ടന്റ് ആണേ. വിളിക്കാവുന്ന ആളെ പേരെന്ന് സാറേ? സച്ചു. സച്ചിന്റെ ഫുൾ നെയിം സച്ചു എന്നാണോ? അത് തന്നെയാണ്. ഓക്കെ ഓക്കെ. എടാ സൗണ്ട് കേൾക്കുന്നില്ലടാ. ആ ഓക്കെ, വോയിസിന് ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഒന്ന് മൈക്ക് ഒന്ന് ചെക്ക് ചെയ്യണേ. അതൊന്ന് ഡിസ്കണക്ട് ചെയ്ത് പറഞ്ഞു നോക്കിയേ. ഹലോ, ഡിസ്കണക്ട് ചെയ്തോ? ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ചെയ്തോ? അതായിരിക്കും. ഹായ്. ഇല്ല, സൗണ്ട് കേൾക്കുന്നില്ല. ഒന്ന് ചെക്ക് ചെയ്യണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ റെഡി ആക്കണം കേട്ടോ. സൗണ്ട് എന്തോ ഇഷ്യൂ ഉണ്ട്. അല്ല സാറേ, മരുന്ന് ഒട്ടും മരുന്നല്ല. യെസ് സാറേ, ഗോ ഫോർ നെക്സ്റ്റ്. ജസ്ലിനെ കിട്ടിയോ? കിട്ടി. മെയിൻ പ്ലസ് को आपको വരോ? आपको മേക്കോ എന്ന് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? മേക്കോ എന്നല്ല, തെറ്റിപ്പോയി. ഇത് കുറെ ആയല്ലോ ഇപ്പോ. ആപ്കോ, മേക്കോ, മെയിൻ പ്ലസ് കോ. സിമ്പിൾ ആണ്. അറിയാൻ കിട്ടിയോ? വെയിറ്റ് പറഞ്ഞുതരാം. കുഴപ്പമില്ല പറഞ്ഞുതരാം കേട്ടോ. പേര് സാറേ? നിയാൽ. നിയാൽ കിട്ടിയോ? മുജ്കോ. മിടുക്കി. മുജ്കോ മാത്രമല്ല, ഓർമ്മ ഉണ്ട്. അതറിയാമോ? മുജ്കോ എന്നും പറയാം. ഒരെണ്ണം കൂടി ഉണ്ട്. സിമ്പിൾ ആണ്. കുഴപ്പമില്ല. മിടിക്കാം കേട്ടോ. കറക്റ്റ് ആണ് പറഞ്ഞത്. മുജ്കോ എന്നും പറയാം, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് മുജേ എന്നും പറയാം കേട്ടോ. മുജ്കോ അല്ലെങ്കിൽ മുജേ. മെയിൻ പ്ലസ് കോ, മുജ്കോ അല്ലെങ്കിൽ മുജേ. ഓക്കെ അല്ലേ? അപ്പോൾ മെയിൻ പ്ലസ് നെ മേനെ, മെയിൻ പ്ലസ് കോ മുജ്കോ അല്ലെങ്കിൽ മുജേ. എടാ എഴുതിയെടുക്കില്ല, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നോക്കിയോ കേട്ടോ. അടുത്തത് നിങ്ങൾ പറഞ്ഞേ മെയിൻ പ്ലസ് സേ. മെയിൻ പ്ലസ് എന്തായിരിക്കും? നമ്മുടെ ചാപ്റ്ററിലൊക്കെ വായിച്ചിട്ടുണ്ടാവല്ലോ മെയിൻ പ്ലസ് എ വേർഡ്സ്. യെസ് സാറേ, ഫസ്റ്റ് തേർഡ് വൺ ശ്രേയ. മെയിൻ പ്ലസ് എ അൺമ്യൂട്ട് ചെയ്യാ ശ്രേയ. മുജ്സേ. മിടുകി. കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. മെയിൻ പ്ലസ് എ മുജ്സേ. മക്കളെല്ലാവരും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? എഴുതുന്നേ ക്ലിയർ ആണല്ലോ? അതാ സാറത്ത് വലുതാക്കി ഇരുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മെയിൻ പ്ലസ് മെയിൻ. മെയിൻ പ്ലസ് മെയിൻ എന്ത് വരും? മെയിൻ അല്ലേ? ആണോ? മെയിന്നാണോ? അല്ല, അത്ര സിമ്പിൾ ആയിരിക്കും അല്ലേ? ഇനി ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. എല്ലാരും ആദ്യം ഗസ് ചെയ്യണം മെയിന്നായിരിക്കും അല്ലേ? ഓക്കെ സാർ, വിളിച്ചു സാറേ. മുഹമ്മദ് സൽവാൻ. മിടുക, പറഞ്ഞോ. മെയിൻ പ്ലസ് മെയിൻ തരും. മുമ്പ് എഴുതിയേക്കൊന്ന് വായിച്ചു നോക്കിയോ? മുജ്മേം. മിടുകൻ. കറക്റ്റ് ആണ് കേട്ടോ. മുജ്മേം. എന്നിൽ എന്നുള്ള അർത്ഥം വരും കേട്ടോ. ഇൻ മീ എന്നുള്ള അർത്ഥം വരും കേട്ടോ. മുജ്മേം. ഓക്കെ, എടാ ഇനി ഇപ്പുറത്തോട്ട് നോക്കിയോ കേട്ടോ. നെക്സ്റ്റ് മെയിൻ പ്ലസ് പെർ. മെയിൻ പ്ലസ് പെർ എന്തായിരിക്കും മക്കളെ? ഐഡി കിട്ടിയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ആ യെസ്, വിളിച്ചു സാറേ. സിമ്പിൾ ആണോ? ഇത് പഠിച്ചാൽ തന്നെ ബാക്കിയുള്ള സാറിന് നമുക്ക് നിങ്ങൾ തന്നെ പറയും. പേര് സാറേ? എലിസബത്ത് പറഞ്ഞുതരാം. എലിസബത്ത് മെയിൻ പ്ലസ് പെർ എന്തായിരിക്കും? മുജ്പർ. മിടുകി. കറക്റ്റ് ആണോ? മെയിൻ പ്ലസ് പെർ മുജ്പർ. ഓക്കെ, ദെൻ അപ്പൊ നമ്മുടെ ഏകദേശം ഒരു ടീം കേട്ടോ. ഇനി അടുത്തൊരു ടീമാണ്. ശ്രദ്ധിച്ചോ. മെയിൻ പ്ലസ് ക. ശ്രദ്ധിച്ചോട്ടോ. ഇത് ഒരെണ്ണം സാറ് പറഞ്ഞുതരാം, ബാക്കിയെല്ലാം നിങ്ങൾ പറയൂ കേട്ടോ. മെയിൻ പ്ലസ് ക ഒന്ന് ശ്രദ്ധിച്ചോ. കായുടെ കൂടെ ഏത് സ്വരാക്ഷരം വന്നേക്കുന്നേ?
കാ കഴിഞ്ഞ സ്വരാക്ഷരം ചിഹ്നം ആയുടെ ചിഹ്നമാണ് അല്ലേ, ആയുടെ ചിഹ്നമാണ്. അപ്പൊ മെയിം എന്നുള്ളത് ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോ മെയ്ന്നാവും. അതിന്റെ കൂടെ ഒരു അക്ഷരം സാറ് ചേർക്കുന്നുണ്ട്, അത് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. മെയിം രായും ഉണ്ട് കേട്ടോ. ഇവിടെ എന്ത് ചിഹ്നത്തിലാണ് അവസാനിച്ചേക്കുന്നേ? ആ ചിഹ്നത്തിലാണ് അല്ലേ, ആയുടെ ചിഹ്നത്തിലാണ്. അപ്പൊ ഇപ്പുറത്ത് എന്താവും? മേര, എൻ്റെ. മേ പ്ലസ് ക മേര, എൻ്റെ. ദേ ഓർമ്മ ഉണ്ടേ. മെയിം പ്ലസ് കീ എന്തായിരിക്കും മക്കളെ? മെയിം പ്ലസ് കീ. ഇനി കിട്ടുമല്ലോ, ഇനി കിട്ടുമല്ലോ. സിമ്പിൾ അല്ലേ? യെസ്. ആ വിളിച്ചു സാറേ. നസ്വാൻ. ആ അത് നസ്വാനാ, നസ്വാനാ. നസ്വാൻ. മെയിം പ്ലസ് കീ മേരി. മിടുകൻ. മേ പ്ലസ് കീ മേരി. ദേ എങ്ങനെ മേരി എന്ന് വന്നേ? മേ രാഴ്തി. ഇവിടെ എന്താ വന്നേക്കുന്നേ? ഈയുടെ ശബ്ദമാണല്ലേ, അപ്പുറത്ത് ചേർത്തു. കറക്റ്റ് ആണ് കേട്ടോ, സൂപ്പർടാ. ഓക്കെ, ദേ നെക്സ്റ്റ് ശ്രദ്ധിച്ചോട്ടോ. മെയിം പ്ലസ് കെ. ഇതാർക്കും പറയാം? സിമ്പിൾ. ആ പേര് സാറേ ഫാത്തിമ. ഹായ് ഫാത്തിമ. ഫാത്തിമ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് സാറേ. ഫാത്തിമ, മെയിം പ്ലസ് കെ എന്തൊരു മക്കളെ? ദേ ഇവിടെ എന്ത് വരും? ഇവിടെ എന്തായാലും മേ രാ വരും അല്ല. ഇനി ചിഹ്നം നമ്മൾ പഠിക്കണം. കായുടെ കൂടെ ഏത് ചിഹ്നം വന്നേക്കുന്നേ? ഏത് അക്ഷരത്തിന് ചിഹ്നമാ? എന്റെ ചിഹ്നം വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇപ്പഴത്തേക്ക് എന്ത് ചെയ്താൽ മതി? എയുടെ ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി. മേ പ്ലസ് കെ മേരേ. ഓക്കെ ആണല്ലോ. ഇത് ലാസ്റ്റ് വൺ ശ്രദ്ധിച്ചോ. ലാസ്റ്റ് വൺ സിമ്പിൾ ആണ് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. മെയിം പ്ലസ് കേലിയേ. മെയിം പ്ലസ് കേലിയേ വരുമ്പോ നോക്കിക്കോ. അതിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? മെയിം പ്ലസ് കേലി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയ നെറ്റ് കാണിച്ചേ, ഐഡിയ ഉള്ളവർ നെറ്റ് കാണിച്ചേ. അറിയാന്ന് വിളിച്ചു സാറേ. മയൂഖ്. ഹായ് മയൂഖ്. മയൂഖിനെ അറിയോ? മയൂഖ് ഞെട്ടിപ്പോയാലോ. അറിയാം, മിടുക്കൻ. പറഞ്ഞോ. മേരലിയെ. ദേ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. നോക്കിക്കേ, മെയിം പ്ലസ് കെ നമുക്കറിയാലോ. മെയിം പ്ലസ് കെ എന്താ? മേരെ. കണ്ടോ? മെയിം പ്ലസ് കെ മേരെ. അത് സാറൊന്ന് എഴുതി വെക്കോ കേട്ടോ. മെയിം പ്ലസ് കെ മേരെ. ഇനി ബാക്കി എന്തുണ്ട് ഇവിടെ? ലിയെ ഉണ്ട്. ലിയെ ഇപ്പുറത്തേക്ക് ചേർക്കുന്നു. മെയിം പ്ലസ് കെ ലിയെ മേരെ ലിയെ. സിമ്പിൾ അല്ലേ? ഇതേ ഒന്ന് കൂടെ എല്ലാവരും വായിച്ചേ. മെയിം പ്ലസ് നെ മേനെ. മെയിം പ്ലസ് കോ മുജ്കോ അല്ലെങ്കിൽ മുജെ. മെയിം പ്ലസ് സെ മുജ്സെ. മെയിം പ്ലസ് മേ മുജ്മേ. മെയിം പ്ലസ് पर मुझ पर. मेम प्लस का मेरा. मेम प्लस की मेरी. मेम प्लस के मेरे. मेम प्लस के लिए मेरे लिए. പഠിച്ചല്ലോ അല്ലേ? അടുത്ത ക്ലാസ്സിൽ സാർ ഇത് എക്സാമിന് ഇടും. പഠിക്കും, എഴുതുമല്ലോ. സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് എഴുതിയെടുത്തോ എല്ലാവരും. വേഗം എഴുതും കേട്ടോ. സാർ ഒന്ന് മനസ്സിലായി.
ഓക്കെ മക്കളെ, ഇത് എഴുതി കഴിഞ്ഞാൽ അഞ്ചടാ സെറ്റാണല്ലോ, ഓക്കെ ആണല്ലോ. നമുക്ക് ചെറിയ ബ്രേക്കിലേക്ക് പോയാലോ? ചെറിയ ബ്രേക്ക് എടുത്തിട്ട് എല്ലാവർക്കും ഒന്ന് ഫേസ് ഒക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വേഗം ഓടിപ്പോയിട്ട് വേഗം തിരിച്ചു പോയോ കേട്ടോ. ഓക്കെ, ടേക്ക് ഷോർട്ട് ബ്രേക്ക്. ബാക്ക്, എല്ലാവരും തിരിച്ചു വരിക. കുറച്ച് നേരമൊക്കെ വീഡിയോ കാണുന്നുണ്ട്, അതെല്ലാം വേഗം വേഗം വീഡിയോ ഓൺ ചെയ്യുക. നമ്മൾ ബാക്കി പഠിക്കാൻ പോവുകയാണ്. സെറ്റല്ലേ? അപ്പോൾ മെയിൻ പ്ലസ് കാറൊക്കെ ഓക്കെയാണ്. ഇതിൻ്റെ കാണിച്ച് സിമ്പിൾ അല്ലേ? ഇത് അത് സിമ്പിളാണ്, ഇത് ഭയങ്കര സിമ്പിളാണ്. അടുത്തത് ഹെഡിങ് എഴുതിക്കോ. അടുത്ത സർവനാം ഞാൻ എടുക്കുന്ന തൂ. ഓക്കെ അല്ലേ? തൂ ഓക്കെ അല്ലേ? സെറ്റല്ലേ? തുടങ്ങാം. തൂ പ്ലസ് നെ. എന്തൊരു മക്കളെ തൂ പ്ലസ് നെ? തൂ പ്ലസ് നെ ആർക്ക് പറയാം? മെയിൻ പ്ലസ് നെ നമ്മളെന്ത് എഴുതി? മെയിൻ പ്ലസ് നെ നമ്മളെന്ത് എഴുതിയ? നവ്യ. ഹായ് നവ്യ. ഹായ്. അയ്യോ നവ്യ പിടിച്ചയാ. കൂൾ, സിമ്പിൾ. ടു പ്ലസ് മെയിൻ പ്ലസ് നെ നമ്മൾ എന്ത് എഴുതി? ഒന്ന് വായിച്ചു നോക്കിയേ. ആദ്യം എഴുതിക്കുന്ന മെയിൻ പ്ലസ് നെ ബുക്കില് ഇപ്പൊ എഴുതിയല്ലോ, നോക്കിക്കേ. മെയിൻ പ്ലസ് നെ മെയിനെ. അപ്പൊ ടു പ്ലസ് നെ എന്തായിരിക്കും? തുമ്നെയോ? തുമ്മുവരോ? ആ തു നേ. മെടി കറക്റ്റ് ഉണ്ടോ? തു നേ. ഓക്കെ, നെക്സ്റ്റ് അടുത്തുള്ള സാറേ. തു പ്ലസ് കോ. ആരുള്ള സാറേ? നവി. നവി ഇപ്പൊ എഴുതിടാ, ലാസ്റ്റ് എഴുതാൻ സമയം തരടാ. ടു പ്ലസ് കോ എന്ന് വരും മക്കളെ. ടു പ്ലസ് കോ. sir go for next sir. മെയിൻ പ്ലസ് കോ നമ്മൾ എന്ത് എഴുതി നോക്കിക്കേ? മെയിൻ പ്ലസ് കോ എന്ന് എഴുതിയേ. മെയിൻ പ്ലസ് കോ നേരത്തെ എന്ത് ചെയ്തേ? ബുക്കിൽ നോക്കിക്കേ. മെയിൻ പ്ലസ് കോ എഴുതിണ്ടാവുമല്ലോ. അത് എഴുതിയേക്കുന്നേ ബുക്കൊക്കെ മാറ്റിച്ചേക്കോ. മുജ്കോ മുജെ. അപ്പൊ ടു പ്ലസ് കോ എന്തായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. തും വരോ? തും. ആ മിഡ്ഗൻ. സൂപ്പറാ. തുജ്കോ അല്ലെങ്കിൽ പറഞ്ഞു പറയാലോ. തുജെ. സൂപ്പർ. നീ എത്ര പഠിക്കുന്നേ? മിഡ്ഗൻ. കറക്റ്റാ പറഞ്ഞോ. ഓക്കെ സാറേ, നെക്സ്റ്റ് ആളോ സാറേ? ഓക്കെ, ടു പ്ലസ് കോ എഴുതി. ദെൻ ടു പ്ലസ് സേ. ഷാനിക. മെയിൻ പ്ലസ് എഴുതിക്കുന്ന വായിച്ചു നോക്കിട്ട് പറഞ്ഞോട്ടോ. ഷാനിക ടു പ്ലസ് എന്തായിരിക്കും മക്കളെ? എന്താ മക്കളെ? തുജ്സേ. റൈറ്റ് ആൻസർ കേട്ടോ. റൈറ്റ്, മേടിക്കണ്ടോ? തുജ്സേ. ഓക്കെ സാർ, നെക്സ്റ്റ് വിളിച്ചോ. ടു പ്ലസ് മെയിൻ. ടു പ്ലസ് മെയിൻ പേര് സാറേ? ദേവാഞ്ജന. ഹായ് ദേവാഞ്ജന. എന്തൊരു ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നേ. ആരും വഴക്ക് പറഞ്ഞു? ഇല്ല, ഒന്ന് ചിരിച്ചങ്ങിരുന്നേ. ആ യെസ്, ഇത് നൈസ് ഉണ്ടോ. ടു പ്ലസ് മെയിൻ. സിമ്പിൾ അല്ലേ? തുമേ. മിടുകി. അപ്പൊ മെയിൻ പ്ലസ് മെയിൻ നമ്മ മെയിം എന്നാണോ ചോദിച്ചേ? നോക്കിക്കേ എന്താ എഴുതിയേക്കാൻ നോക്കിക്കേ. മെയിൻ പ്ലസ് മെയിൻ എന്താ എഴുതിയേക്കാൻ നോക്കിക്കേ. മുജ്മേ. അപ്പൊ ടു പ്ലസ് മെയിൻ കൊണ്ട് പറഞ്ഞേ. തുജ്മേ. മിടുകി. ഇപ്പൊ കിട്ടിയില്ലേ കണക്ഷൻ? ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സിമ്പിളാന്ന് പറഞ്ഞു കേട്ടോ. തുജ്മേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടു പ്ലസ് പെർ. ആർക്കും അറിയാം? റെഡി ആയിട്ടുള്ള ആരാ സാറേ? ഡൈന. ടു പ്ലസ് പെർ. തുജ് പെർ. മിടുകി. കറക്റ്റ് ആണോ? തുജ് പെർ. ഓക്കെ, ഇപ്പഴത്തേക്ക് വരാം. എടാ മക്കളെ ഇപ്പൊ ആരും എഴുതല്ലോ. ഇപ്പൊ ആരും എഴുതലേ. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് എഴുതാട്ടോ. ഇത് നോക്കുക. ടു പ്ലസ് ക.
എന്തായിരിക്കും മക്കളെ? ടു പ്ലസ് ക. ഒരെണ്ണം സാറ് കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണം സാർ ആർക്കെങ്കിലും അറിയാമോ ടു പ്ലസ് ക എന്നാന്ന് ആർക്കെങ്കിലും അറിയാമോ? ടു പ്ലസ് കീ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? തൂക്കി അല്ല, ഇപ്പൊ ഒരു പാട്ടൊക്കെ ഇറങ്ങിണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് പറയായിരിക്കും. തൂക്കിയാണോ? അല്ല, ടു പ്ലസ് ക. യെസ്, ആർക്കും അറിയാം പേര് സാറേ? ആദിത്യൻ. ടു പ്ലസ് ക. ഒരു പാട്ട് തുച്ക നമ്മ ഓടി പറഞ്ഞില്ലേ, തുജുക്കോ തുജുക്കാ വരില്ല. ഒരു പാട്ടൊക്കെ ഉണ്ട്, ഭയങ്കര ഫേമസ് പാട്ടാണ്. മലയാള സിനിമയിലെ ഹിന്ദി പാട്ടാണെന്ന് നീ പറയാം, തുടക്കം മാത്രം കേട്ടോ. വാഴ സിനിമ ഉണ്ടല്ലോ ഒരു വാഴ സിനിമ ഒരു പാട്ടുണ്ട്. വാഴ 2 വാഴ ഫസ്റ്റ് ഒരു പാട്ടുണ്ട്. കിട്ടിയോ? പാട്ട് തുടങ്ങണ ഒരു പേര് വെച്ചിട്ടാണ്. വേറെ ആർക്കും കിട്ടിയോ? ഒരു ജീവൻ കാലക്കേടിൽ ആണോ എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങണത്. അതിന് മുമ്പ് ഈ വേർഡുണ്ട്. സിമ്പിൾ അതെ കിട്ടിയിട്ടുണ്ട്. ഓ വെയിറ്റ് ചെയ്യടാ, പറഞ്ഞുതരാം. കിട്ടിയുള്ളൂ സാറേ. പേരെന്താ സാറേ? പെനീന. കിട്ടിയോ? പാട്ട് കിട്ടിയോ? പാട്ട് കിട്ടിയില്ല, ആൻസർ കിട്ടിയെന്നല്ലേ? ഓക്കെ, അന്ന് ആൻസർ പറയാം. പാട്ട് കിട്ടിയവർക്ക് ഞാൻ പാടിക്കട്ടോ. പാട്ട് കിട്ടിയ ഹാൻഡ് ചാറ്റ് കാണിച്ചോ കേട്ടോ. ഓക്കെ, ആൻസർ തരും മക്കളെ. തേരാ. മിടുക്കി. പാട്ട് ആർക്ക് കിട്ടി? പാട്ട് കിട്ടിയെന്നായിട്ടാണ് പാട്ട് കിട്ടിയത്. വിളിച്ചു സാറേ. ആരാധ്യ പാട്ട് പാടുന്ന പറഞ്ഞ കേട്ടോ. ആരാധ്യ അന്ന് പാടിക്ക്. ഏത് പാട്ടത്? എന്നാ അറിയാവുന്ന പാടിക്ക് നോക്കട്ടെ. അയ്യോ നാണിക്കല്ലേ ഇങ്ങനെ. ഓ, തൂക്കി ചുവന്ന കറങ്ങളോടെ, അത് വേറെ. ഇത് തൂക്കായല്ലോ വരുള്ളൂ, എന്നാലും തൂക്കാന്നല്ലോ. ഓക്കെ, വെയിറ്റാ സാറേ. കിട്ടിയല്ലോ സാറേ. രുദ്ര കിട്ടിയായിരുന്നോ? രുദ്ര ഇല്ല. പാട്ട് കിട്ടിയ പാട്ട് കിട്ടിയവരാണിച്ച്. യെസ് വിളിച്ചു സാറേ. താൻവി പറഞ്ഞാലും. താൻവി എടാ, ഞാൻ എല്ലാവരും ഡാറ്റാണെന്നുണ്ടോ? കറക്റ്റ് ആണോ? കിട്ടിയോ? പാട്ട് ഏതായിരുന്നു? അതൊന്ന് പാടിക്കാനോട് പറയാൻ എല്ലാവർക്കും അതൊന്ന് പാടിക്കാൻ നോക്കട്ടെ. എടാ, പാടാൻ റെഡി ഉള്ളത് ഡാറ്റ കാണിച്ചടാ. വെയിറ്റ് എന്നാ പാടിക്കും സാറേ. എന്നാ പാട്ട് കിട്ടി നമുക്ക്. പാടാൻ റെഡി ഉള്ള ആരുള്ളേ? നന്നിട്ട് കാണിച്ചു സാറേ. വിളിച്ചു ഫസ്റ്റ് ആള്. നവ്യ പാടി തരും. യെസ്, നവ്യ. ഹിന്ദി വെച്ചൊരു പാട്ടല്ലേ? ഇപ്പൊ എന്തായാലും പാടിക്കും. ready 1 2 3 start. മേരാ ജീവൻ ഏതോ കാലക്കേഴില്ലാരോ, ലോല വായു പോകാം ലോകം കാണാൻ തേരാ പാര, കിട്ടി ഹൃദയം പൊട്ടി വഴിയും. അത്ര ഹേ ബനാനെ ഒരു പൂ തരാമോ, ഹേ ബനാനെ ഒരു കായ് തരാമോ, പൂ കൊടുത്താടതില്ലായി വരട്ടെ ആയാലും. ഓക്കെ സൂപ്പർ അടിപൊളി. സൂപ്പർ നന്നായിട്ട് പാടിട്ടോ. എല്ലാവരും ക്ലാപ്പ് കൊടുത്തോളൂ. ക്ലാപ്പിന് വെച്ചവിടെ കേൾക്കണം കേട്ടോ. സൂപ്പർ. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചില്ലേ? തേരാ. ഓക്കെ ആണല്ലോ. തൂ പ്ലസ് ക തേരാ. പാട്ട് ഓർത്ത് കേട്ടോ. ഓക്കെ, ഇതേ നെക്സ്റ്റ് തൂ പ്ലസ് കീ. ഇത് വാഴ 2 പാട്ടാന്ന് വിചാരിച്ചിട്ട് എഴുതരുത് കേട്ടോ. തൂക്കിന്ന് എഴുതി വെക്കരുത്. ഐഡിയ കിട്ടിയല്ലോ. ഇനി ആര് പറഞ്ഞുതരും സാറേ? സെക്കൻഡ് ലൈനിൽ ഫസ്റ്റ് ഇരിക്കുന്ന വിളിച്ചു സാറേ. ഐശ്വര്യമായിട്ട് പറഞ്ഞു. തേരി. സൂപ്പർ. തേ നോക്കിക്കേ. നേരത്തെ നമ്മള് മേയും രായും എഴുതി. ഇവിടെ എന്താ തന്നെ തേയും രായുമാണ് അല്ലേ? ഇവിടെ എന്താ വന്നത്? അവസാനിച്ചെന്തായിരുന്നു? ആട് ചിഹ്നത്തിലായിരുന്നു. അപ്പോൾ ഇവിടെ ആട് ചിഹ്നത്തിന് ഇട്ട് കൊടുത്തു. കണ്ടോ? ഇവിടെ എന്താണ്? ഈയുടെ ചിഹ്നമാണ്. അപ്പൊ ഇവിടെ ഈയുടെ ചിഹ്നം ഇടും. മറിയാം എഴുതി കഴിഞ്ഞോ? എഴുതാൻ ഞാൻ പറഞ്ഞില്ലല്ലോ മറിയത്തിനോട്. അപ്പൊ മറിയാം വീഡിയോ ഓഫ് ചെയ്ത് പോയി. ഓക്കെ, 2 പ്ലസ് കെ. 2 പ്ലസ് കെ എന്തായിരിക്കും? ആർക്കും അറിയാം? 2 പ്ലസ് കെ. ശ്രേയ. 2 പ്ലസ് കെ.
ശ്രേയ പറഞ്ഞോളൂ. അൺമിട്ടായി. ഏ തേരെ അതാരാ പറന്ന് പറഞ്ഞ. മിടുക്കി കറക്റ്റ് ആണ്ടോ? ഓക്കെ സൂപ്പർടാ. ഓക്കെ ലാസ്റ്റ് വൺ. 2 + k लिए ആർക്ക് പറഞ്ഞു തരാം? 2 + k लिए ജുനാദ്. 2 + k लिए 2 + k നമ്മൾ പഠിച്ചു. അപ്പൊ 2 + k लिए പറഞ്ഞേ. ആ പറഞ്ഞോ. അൺമ്യൂട്ട് ആക്കിട്ട് പറയട്ടോ, വേഗം ആവട്ടെ കേട്ടോ. പാരന്റ് ആയാലും അടുത്തിരിക്കുന്ന ഒന്ന് ഹെൽപ്പ് ചെയ്തവനെ. അൺമ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടില്ല, അത് ഞെക്കി മതി. വന്നിട്ടില്ല, ഒന്ന് സൂം അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ, അത് വരാത്തെ. ഓക്കെ യെസ്. നീയ ഇങ്ങനെ ഇരിക്കുന്ന നീയ. ആ യെസ് നീയ അൺമ്യൂട്ട് ആക്കുക. ആ മിടുക്കി. ദേ 2 + k നമുക്കറിയാം അല്ലെ, തേരെ അറിയാം. ബാക്കി എന്തുണ്ട് അവിടെ? ലിയ ഉണ്ട്, അത് ലിയനെ അവിടെ ചേർക്കുക. തേരെ ലിയെ. സിമ്പിൾ അല്ലേ? ഇതൊന്ന് വായിക്കുക, ഒന്ന് കൂടുതലൊന്ന് വായിച്ചേ. മറിയാം കൂടെ നല്ലൊന്ന് വായിച്ചേ. 2 + ने 2 ने 2 + को तुझको 2 + से तुझसे 2 + में तुझ में 2 + पर तुझ पर 2 + का तेरा 2 + की तेरी 2 + के तेरे 2 + के लिए തേരെ ലിയേ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ മക്കളെ, പെട്ടെന്ന് തെറ്റാതൊന്ന് കറക്റ്റ് ചെയ്തിരുതേ, വേഗം എഴുതാട്ടോ.
ഓക്കെ മക്കളെ പഠിച്ചിട്ടുണ്ടോ? സെറ്റ് അല്ലേ? അപ്പോൾ ഞാൻ വായിക്കുന്ന ഓരോരുത്തർ വരോ, വിളിക്കുന്ന ഓരോരുത്തർ വരാ, വായിച്ച് ചെയ്യിപ്പിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ സാറേ, വിളിച്ചു സാറേ. ഹിഷാം. ഹായ് ഹിഷാം. യെസ് ഹിഷാം. ഹിഷാം, ഹലോ ഹിഷാം. ആ യെസ്. അപ്പോ മെയിൻ പ്ലസ് കാ. സിമ്പിൾ. ദേ തൂ പ്ലസ് കാ തേരാന്നുണ്ട്. മുജ്കായാണോ? മേരാ. മിടുകൻ. കറക്റ്റ് ആണോ സാറേ? നെക്സ്റ്റ് വിളിച്ചേ. അനിരുദ്ധ്. ഹായ് അനിരുദ്ധ്. അനിരുദ്ധേ, മെയിൻ പ്ലസ് കോ. അവിടെ നോക്കി പറയണ്ട. മുജ്കോ അല്ലെങ്കിൽ മറുപടി ഉണ്ടല്ലോ. മുജേ. ഓക്കെ മിടുക്കൻ. ദേ നെക്സ്റ്റ് നോക്കിയേ. തൂ പ്ലസ് നെ തൂനെ. അപ്പൊ മെയിൻ പ്ലസ് നെ എന്തായിരിക്കും സാറേ? ഒരാൾ വിളിച്ചോ. ഗൗതം. ഹായ് ഗൗതം. തൂ പ്ലസ് എന്തായിരിക്കും മക്കളെ? തൂ പ്ലസ് നെ. തൂ പ്ലസ് നെ തൂ പ്ലസ് നെ തൂനെ. മെയിൻ പ്ലസ് നെ എന്തായിരിക്കും? മെയിൻ പ്ലസ് നെ പറഞ്ഞ മേനെ. ഓക്കെ മിടുക്കൻ. ഓക്കെ മക്കളെ, അടുത്ത ക്ലാസ്സിൽ സജ്ജേ സാർ ഇതുപോലെ ക്വസ്റ്റ്യൻ ഇടും. ഇതുപോലെ പ്ലസ് ഇടും. ചിലപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും, ഇത് എഴുതാനായിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും? ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ സർവനാമം ആയിരിക്കും ബ്ലാങ്ക് ആവുന്നത്. ഇത് രണ്ടും വെച്ച് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ പറ്റിയിട്ട് കാണിച്ച്. ഓക്കെ ആണല്ലോ? മെയിനെ തൂവിനെ പഠിച്ചോ. ഓക്കെ ആണല്ലോ? അവ സഹി വികൽപ്പ് ചുൻകർ ലീന്നായിരിക്കും ക്വസ്റ്റ്യൻ വേണം കേട്ടോ. വികൽപ്പ് വേടൊന്നും നോട്ട് വെച്ചോ. വികൽപ്പിന്റെ അർത്ഥം അറിയാലോ അല്ലെ? വികൽപ്പിന്റെ അർത്ഥം അറിയാൻ വികൽപ്പ് എന്ന് പറഞ്ഞ സംഭവം എന്താ? സഹി വികൽപ്പ് ചുൻകർ ലീൻ. എന്താണ് വികൽപ്പ് എന്ന് പറഞ്ഞാല്? എഴുതി വെച്ചോ. ഓപ്ഷൻ ആട്ടോ. ശരിയായിട്ടുള്ള ഓപ്ഷൻ തെരഞ്ഞെടുത്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പൊ ഞാൻ ഓരോന്നും ഓരോ രീതി, ചിലപ്പോൾ തൂ പ്ലസ് കാ എന്നുള്ളത് തേരി, തൂ പ്ലസ് കാ തുജെ എന്നൊക്കെ മാറ്റി വേണ്ടി തരും. ശരിയായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ കറക്റ്റ് എടുത്ത് എഴുതണം കേട്ടോ. എഴുതില്ലേ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണ് സാർ. നമുക്ക് എക്സാം ടൈം ആയോ സാറേ? ടൈം ആയല്ലേ? ഓക്കെ മക്കളപ്പോൾ നമുക്ക് ഇനി എക്സാമിന് ടൈം ആയിരിക്കുവാണ്. എന്ത് ചെയ്യുക? എല്ലാവരും പാരൻസിനെ കുറിച്ച് നാളെ മാത്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ് വരിക. ലാസ്റ്റ് ക്ലാസ് എടുത്ത് പഠിക്കുക കേട്ടോ. നാളെ മാത്സിന് ക്ലാസ് ആയിരിക്കും. കേട്ടല്ലോ എല്ലാവരും? ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവരും വേഗം പാരൻസിനെ ചേർത്തിരുത്താം കേട്ടോ. യെസ്.